ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി. എല്ലാവർക്കും അറിയുന്നതാണ് കാക്കനാട് പുക്കാട്ടുപടി. പുക്കാട്ടുപടിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ പുക്കാട്ടുപടി തഗ്ദീസ് ഹോസ്പിറ്റലുണ്ട്. അതിന് വളരെ അടുത്തായിട്ടാണ്. വെറും 700 മീറ്റർ മാത്രമാണ് പുക്കാട്ടുപടി തഗ്ദീസ് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം. അപ്പോൾ നമുക്ക് പുക്കാട്ടുപടിയിൽ നിന്നാൽ ഇതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബജറ്റിന് ഇണങ്ങുന്ന ഒരു വീട് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത് ഒരു ഗേറ്റഡ് പ്രൊജക്റ്റിനകത്താണ്. ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി ഫെസിലിറ്റിയോട് കൂടിയ ഒരു വില്ല പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. ഏകദേശം 10-20ഓളം വില്ലകളാണ് ഇതിനകത്തുള്ളത്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. ഈ ഒരു വില്ല മാത്രമാണ് നമ്മൾക്കിനി സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് വില്ലകളുടെ പണി ഇതിനകത്ത് നടന്നു വരുന്നുണ്ട്. കുറച്ച് വേക്കൻറ്റ് ലാൻഡുകളുണ്ട്, അവിടേക്ക് ഇനി പണിയാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിതിന് സെയിലിനായിട്ട് ഈ ഒരു വീട് മാത്രമാണ് ഉള്ളത്. ഗേറ്റഡ് വില്ല വിത്ത് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വളരെ കംഫർട്ടായിട്ടുള്ള നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ നമുക്ക് മെയിൻ റോഡിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലുള്ളത്. വില്ലകളുടെ അകത്തൂടെയൊക്കെ പോകുന്ന റോഡ് ടാർ റോഡാണ് പോയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വില്ല പ്രൊജക്റ്റിനകത്തേക്ക് നമ്മൾ ഗേറ്റ് കടന്ന് സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങി പിന്നെ ഈ ഒരു വില്ലകളുടെ അകത്തൂടെയൊക്കെ ഇങ്ങനെ പോയിരിക്കുന്ന റോഡുകൾ ഫുള്ളായിട്ട് ടാറാണ് ചെയ്തിരിക്കുന്നത്. ടാർ റോഡാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലയുടെ ഏകദേശം നിങ്ങൾ പുറത്തുനിന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിന് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന മതിലിൽ നിന്നും ഗേറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയായൊരു ഡിസൈനോട് കൂടി തന്നെയാണ് വീടിൻ്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് വാൾ കടന്ന് നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്നതാണ് ഇവിടുത്തെ കാർ പോർച്ച്. അത്യാവശ്യം ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഇവർ പോർച്ചിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർച്ചിൻ്റെ മെയിൻ 2 പില്ലറുകൾ വന്നിട്ടാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കാർ പോർച്ചിൻ്റെ മുകളിലായിട്ടും വീട് കംപ്ലീറ്റ് ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ 2 സൈഡിലേക്കും അത്യാവശ്യം കടന്നു പോകാനുള്ള ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് അവരിവിടെ വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടത്തേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഓൾറെഡി നമ്മുടെ മുകളിലൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാണുന്ന വില്ലകൾക്കെല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഒരു വാട്ടർ ഫെസിലിറ്റിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ആ ഫെസിലിറ്റി വഴി മുകളിലെ ടാങ്ക് ഏത് സമയത്തും നമുക്ക് ഫുള്ളായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള യൂസേജിനുള്ള വെള്ളം നമുക്ക് നമ്മുടെ ടാപ്പുകൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്കെയാണ്. തീരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മുകളിലുള്ള ടാങ്കിനകത്തേക്ക് ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി കാർ പോർച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതുകൂടാതെ ഈ ഒരു കാർ പോർച്ചും അതിൻ്റെ ബാക്കിയുള്ള സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ലാൻഡ് അളവിലും ചെറിയ ബഡ്ജറ്റിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീടും അതിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ വരുന്നത്. പകുതിയോളം കടപ്പ സ്റ്റോൺസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്കൊക്കെ തന്നെ ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിന് സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോർ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3-4 ചെയർസ് ഒക്കെ ഇടാനായിട്ട് നല്ല സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിലും അതിന് മുകളിൽ കാണുന്ന ആ റൂഫിംഗ് ഏരിയ ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ 2ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഗസ്റ്റ് ലിവിങ് സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ 2 സൈഡിലും ഈ സൈഡിലും 3 വിൻഡോസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. അത്യാവശ്യം ഭംഗിയാക്കിയിട്ട് തന്നെ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്.
അതിനിടയിലെല്ലാം തന്നെ ചെറിയ ഓപ്പൺ ഷെൽഫുകളും ചെറിയ ക്ലോസ് ചെയ്യാനുള്ള ടൈപ്പ് ഡോർ വെച്ചിരിക്കുന്ന കുറച്ച് കബോർഡുകളും അത് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് TV യൂണിറ്റ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്ത് ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലോറാണ്, ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഡിസൈനുകളിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ ആ ഒരു എൻട്രൻസ് വന്നിട്ട് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ കുറച്ച് വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഷെൽഫുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ കാണാനായിട്ട്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ വിസിബിൾ ആണ്. അതിൻ്റെ സൈഡിലായിട്ട് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം ഒരു ഫാമിലിയിലുള്ള 4-5 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ആണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസാണ് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഭംഗിയായിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്തിട്ട് അതിന് ബാക്കിൽ ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന് താഴെ വരുന്ന സ്പേസ് ആണെങ്കിലും കബോർഡായിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇൻവെർട്ടേഴ്സൊക്കെ വയ്ക്കാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ട് തന്നെ ഒരു ഡോർ വെച്ചിട്ട് അവർ കവർ ചെയ്തിട്ടാണ് ആ ഏരിയയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു വീട്ടിൽ താഴെ ഒരു ബെഡ്റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം ഡൈനിങ്ങിൽ നിന്ന് കണ്ടിന്യൂഷൻ വരുന്നത് കിച്ചണിലേക്കാണ്. അതുകൂടാതെ ഒരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് ഡൈനിങ് റൂം കണ്ട സ്ഥിതിക്ക് ഇനി കിച്ചണിലേക്ക് കിടക്കാം. കിച്ചൺ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ മോഡലായിട്ടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഓപ്പൺ കിച്ചണിൻ്റെ കൗണ്ടർ വന്നിട്ട് ആ ഒരു മെയിൻ എൻട്രൻസ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സും അവർ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ ടൈൽ സെയിം തന്നെയാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കബോർഡുകളും മുകളിലും താഴെയൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ആ ഒരു കോർണറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എയർ സർക്കുലേഷനായിട്ട് വിൻഡോസും 2 സൈഡ് വോളിലായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ലൈറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയ്ക്കായിട്ടും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂമാണ് കാണാനുള്ളത്. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു സൈഡിലായിട്ടും 3 വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോർണറിൽ ആ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയോട് കൂടി മിററൊക്കെ വെച്ചിട്ട് നമുക്ക് 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും ഡ്രോസും ഒക്കെ ധാരാളം കൊടുത്തിരിക്കുന്ന ഒരു കബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിനകത്ത് ചെറിയ കുറച്ച് ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ടൈലാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ താഴെയുള്ള എല്ലാ ഫെസിലിറ്റികളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് വുഡൻ ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഇതുപോലുള്ള അയൺ ബാർസ് വെച്ച് കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരു ചെറിയ ഗ്രേ കളറിലൊരു ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് സൈഡിൽ വിസിബിൾ ആണ്. അതുകൂടാതെ മുകളിൽ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് അവർ കുറച്ചൊരു പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, അത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ
അതുകൂടാതെ അതിനകത്ത് നിന്നും സൺലൈറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീടിനകത്തേക്ക് കയറുന്നുണ്ട്. ശരിക്കും സൺലൈറ്റ് നമ്മുടെ വീടിനകത്ത് കയറി ഇറങ്ങി പോകുന്നത് നല്ലതാണെന്നാണ് വാസ്തുപ്രകാരം പറയാറുള്ളത്. അപ്പം അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന മുകളിലെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ്. ഈ ഹാളിൻ്റെ മുകൾ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള എന്നാൽ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രമുള്ള LED ലൈറ്റുകളും വർക്കുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത്, മുകളിൽ 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇതൊരു 3 BHK വീടാണ്. ഒരു ചെറിയ ഹാളാണ് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറുണ്ട്. ഇത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണി വന്നിട്ട് ശരിക്കും നമുക്കൊരു റൂമിനേക്കാളും വലിയ സ്പേസ് ആണ് ബാൽക്കണിക്കായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് അവർ GS ട്യൂബിൽ ചെയ്തിട്ട് അഴികളോട് കൂടിയ ആ ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ട് നല്ല സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് അടുത്തടുത്തൊക്കെ ആയിട്ട് ഒരുപാട് നൈബേഴ്സിന് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു വില്ലയുടെ അകത്തെല്ലാം തന്നെ താമസിക്കുന്നത്. ഈ ഒരു ബാൽക്കണി സ്പേസിൻ്റെ മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് അവർ വർക്കുകളൊക്കെ ചെയ്തിട്ട് LED സ്ട്രിപ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാൽക്കണി കണ്ടു കഴിഞ്ഞു, നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. നമുക്ക് ഇനി ഇവിടെ ഒരു ഹാളിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഡോറുകൾ 2 ബെഡ്റൂമാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെഡ്റൂമുണ്ട്, ഈ ഒരു സൈഡിലും ബെഡ്റൂമുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂമിൽ അവർ സ്പേസ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വിത്ത് മിറർ അവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കാണുന്നത് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഈ ഹാളിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതും കുറച്ച് നീളത്തിലാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഓപ്പൺ ഷെൽഫുകളൊക്കെ അവർ ഭംഗിയായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ കൊടുത്ത് LED ലൈറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന വാർഡ്രോബ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ അവർ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് വരുന്നുണ്ട്, ബാക്കിയുള്ള ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി എല്ലാം വരുന്നത് അവിടെ ഒരു കുറച്ച് ഇടനാഴി പോലൊരു സ്പേസ് വരുന്നുണ്ട്. ആ ഒരു പാസേജ് ഭാഗത്തായിട്ടാണ് ഒരു ചെറിയ മിറർ വിത്ത് ഓപ്പൺ ഷെൽഫ് ഫെസിലിറ്റി എല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ബ്ലൂയിഷ് ആൻഡ് വൈറ്റ് കളറിലുള്ള ഡിസൈനർ ടൈലാണ് ബാത്റൂമിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകൾ കണ്ടു. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ബാൽക്കണി കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി റൂമാണ്. ഈ ഒരു കാണുന്ന ഡോർ നമ്മൾ തുറന്നു വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു റൂം പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്തൊരു റൂമായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോർണറിലായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ളതും വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് കണക്ഷനും ആ ഫെസിലിറ്റിയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിന് 2 സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിലാണെങ്കിലും റൂഫിലൊക്കെ അത്യാവശ്യത്തിന് വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, പൂക്കാട്ടുപടിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും 700 മീറ്റർ മാത്രമാണ് തക്ദീസ് ഹോസ്പിറ്റൽ. പൂക്കാട്ടുപടി തക്ദീസ് ഹോസ്പിറ്റലാണ് നമുക്ക് പറയാവുന്ന ലാൻഡ്മാർക്ക്. അവിടേക്ക് വെറും 700 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. ഇതൊരു ഗേറ്റഡ് വില്ല വിത്ത് സെക്യൂരിറ്റിയാണ്. നല്ല സേഫ് ആയ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെൻറ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1700 സ്ക്വയർ ഫീറ്റ് ആണ്. 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 70 lakhs ആണ്. 70 ലക്ഷം രൂപയാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.